നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ മേധാവിത്വത്തെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്ത്രപ്രധാന മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് റഷ്യ. പാശ്ചാത്യ ശക്തികളുടെ അധിനിവേശ താൽപര്യങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഗ്രീൻലൻഡിനെയും ഇറാനെയും സംരക്ഷിച്ചു നിർത്തുക എന്നത് പുടിൻ ഭരണകൂടം ഇപ്പോൾ തങ്ങളുടെ പ്രഥമ പരിഗണനയായി ഏറ്റെടുത്തിരിക്കുന്നു. ആർട്ടിക് മേഖലയിലെ അമൂല്യമായ പ്രകൃതി വിഭവങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചാണക്യ നീക്കങ്ങളിലും അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടത് റഷ്യയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഈ രാജ്യങ്ങളെ തളയ്ക്കാൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുമ്പോൾ അവർക്ക് ശക്തമായ ഒരു ബദൽ സുരക്ഷാ കവചം ഒരുക്കുകയാണ് റഷ്യൻ വിദേശകാര്യ നയം. ചരിത്രപരമായ സാഹചര്യങ്ങളെയും നിലവിലെ ഭൗമരാഷ്ട്രീയ പരിവർത്തനങ്ങളെയും മുൻനിർത്തി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തുന്ന പ്രസ്താവനകൾ അമേരിക്കയുടെ ആഗോള ആധിപത്യത്തോടുള്ള കൃത്യമായ യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. ഉക്രൈനിലെ സംഘർഷം തുടരുന്നതിനിടയിൽ ആഗോള രാഷ്ട്രീയ വേദിയിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരായ നിലപാട് റഷ്യ കൂടുതൽ കടുപ്പിക്കുകയാണ്. ഗ്രീൻലൻഡ്, ഇറാൻ, നാറ്റോ, അമേരിക്ക എന്നിവയെക്കുറിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ പുതിയ പ്രസ്താവനകൾ ഈ ഭൗമരാഷ്ട്രീയ സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളം വിപുലമാണെന്ന് വ്യക്തമാക്കുന്നു. ആർട്ടിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന വാദങ്ങളെ റഷ്യ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച റഷ്യ ചൈന ഭീഷണി എന്ന ആശയത്തെ ലാവ്റോവ് നിശിതമായി വിമർശിച്ചു. ആർട്ടിക് മേഖലയിൽ റഷ്യക്ക് അമിതമായ താല്പര്യങ്ങൾ ഇല്ലെന്നും അമേരിക്കയുടെ ആശങ്കകൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമൊന്നുമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഗ്രീൻലൻഡിനെ സംബന്ധിച്ച ചരിത്രപരമായ വശങ്ങളിലേക്കാണ് ലാവ്റോവ് പ്രധാനമായും വിരൽ ചൂണ്ടിയത്. ഗ്രീൻലൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണെന്ന വാദം ചരിത്രപരമായ തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് നോർവേയുടെയോ ഡെൻമാർക്കിന്റെയോ സ്വാഭാവിക ഭാഗമല്ലെന്നും മറിച്ച് ഒരു കൊളോണിയൽ അധിനിവേശത്തിന്റെ ഫലമായാണ് അത് സംഭവിച്ചതെന്നും ലാവ്റോവ് ഓർമ്മിപ്പിച്ചു. അവിടുത്തെ ജനങ്ങൾ നിലവിലെ ഭരണക്രമവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു എന്നത് ആ പഴയ ചരിത്രത്തെ മായ്ക്കുന്നില്ല. ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ നിലപാടുകളെയും ഇരട്ടത്താപ്പിനെയും തുറന്നുകാട്ടാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ഉക്രൈൻ വിഷയം മാത്രമല്ല, മറിച്ച് ആഗോള തലത്തിൽ തന്നെ പാശ്ചാത്യ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ നയതന്ത്ര യുദ്ധത്തിനാണ് ലാവ്റോവിന്റെ പ്രസ്താവനകൾ അടിവരയിടുന്നത്. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും പുതിയ സുരക്ഷാ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇതെല്ലാം നൽകുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഗ്രീൻലൻഡിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവരുന്നിട്ടിരിക്കുകയാണ്. ഗ്രീൻലൻഡ് ഡെൻമാർക്കിന്റെ സ്വാഭാവിക ഭാഗമല്ലെന്നും അത് ഒരു കൊളോണിയൽ അധിനിവേശത്തിന്റെ ഫലമാണെന്നുമുള്ള ലാവ്റോവിന്റെ വാദം ചരിത്രപരമായി നോക്കിയാൽ ഭാഗികമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ ഗ്രീൻലൻഡിന്റെ സങ്കീർണമായ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. ഗ്രീൻലൻഡിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുടിയേറി പാർത്ത ഇൻയൂട്ട് വിഭാഗക്കാരായ തദ്ദേശവാസികളിലൂടെയാണ്. 10ാം നൂറ്റാണ്ടിൽ വൈക്കിങ്ങുകൾ അവിടെ എത്തിയെങ്കിലും 15ാം നൂറ്റാണ്ടോടെ അവർ അപ്രത്യക്ഷരായി. പിന്നീട് 18ാം നൂറ്റാണ്ടിലാണ് ഡെൻമാർക്ക് നോർവേ സഖ്യം ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിടുന്നത്. 1721 ഹാൻസ് എഗഡെ എന്ന മിഷണറിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കോളനി സ്ഥാപിതമായി. ആധുനിക അർത്ഥത്തിൽ ഒരു കൊളോണിയൽ അധിനിവേശം തന്നെയായിരുന്നു അത്. തദ്ദേശവാസികളെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റുന്നതിനും വ്യാപാര താല്പര്യങ്ങൾക്കുമായിരുന്നു ഡെൻമാർക്ക് മുൻഗണന നൽകിയത്. ചരിത്രപരമായി ലാവ്റോവ് പറഞ്ഞതുപോലെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭൗമശാസ്ത്രപരമായ ഭാഗമല്ല. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ദ്വീപ് യൂറോപ്പിൽ നിന്ന് ഏറെ അകലെയാണ്. 1814 നോർവേയും ഡെൻമാർക്കും തമ്മിലുള്ള യൂണിയൻ തകർന്നപ്പോൾ നോർവേയുടെ പഴയ കോളനികൾ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലായി. 1930കളിൽ നോർവേ ഗ്രീൻലാൻഡിന്റെ കിഴക്കൻ ഭാഗത്തിനുമേൽ അവകാശവാദം ഉന്നയിച്ചെങ്കിലും അന്താരാഷ്ട്ര കോടതി അത് തള്ളിക്കളയുകയും ഡെൻമാർക്കിന്റെ അധികാരം അംഗീകരിക്കുകയും ചെയ്തു. 1953 വരെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഒരു കോളനി മാത്രമായിരുന്നു. അതിനുശേഷമാണ് അതിനെ ഡാനിഷ് ഭരണഘടനയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയത്. 1979 ഗ്രീൻലാൻഡിന് സ്വയംഭരണാധികാരവും 2009 വിപുലമായ സ്വയംഭരണവും ലഭിച്ചു. ഇന്ന് വിദേശകാര്യം, പ്രതിരോധം എന്നിവ ഒഴികെയുള്ള മിക്ക കാര്യങ്ങളിലും ഗ്രീൻലൻഡിന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. ലാവ്റോവ് സൂചിപ്പിച്ചതുപോലെ ഇന്നും അത് പൂർണ്ണമായും സ്വതന്ത്രമല്ല, മറിച്ച് ഡാനിഷ് രാജഭരണത്തിന് കീഴിലുള്ള ഒരു പ്രത്യേക ഭരണ പ്രദേശമാണ്. റഷ്യ ഇപ്പോൾ ഈ ചരിത്രം കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആർട്ടിക് മേഖലയിലെ അമേരിക്കയുടെയും നാറ്റോയുടെയും സ്വാധീനത്തെ പ്രതിരോധിക്കുക എന്നതാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം. ഗ്രീൻലൻഡിലെ തൂലെ എയർബേസ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു സുപ്രധാന കേന്ദ്രമാണ്. ഗ്രീൻലൻഡിനെ ഒരു കോളനിയായി ചിത്രീകരിക്കുന്നതിലൂടെ ഡെൻമാർക്കിന്റെയും അമേരിക്കയുടെയും അവിടുത്തെ ഇടപെടലുകളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാനാണ്
റഷ്യ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഗ്രീൻലൻഡ് ഒരു കൊളോണിയൽ അധിനിവേശത്തിലൂടെയാണ് ഡെൻമാർക്കിന്റെ ഭാഗമായത് എന്ന ലാവ്റോവിന്റെ വാദം ചരിത്രപരമായി ശരിയാണ്. എന്നാൽ ലോകത്തെമ്പാടും ഇത്തരം ചരിത്രപരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതും റഷ്യ സ്വന്തം രാജ്യത്തിന്റെ അതിർത്തികൾ വിപുലീകരിച്ചതും ഇതേ കൊളോണിയൽ രീതികളിലൂടെയാണെന്നതും വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു. ഗ്രീൻലൻഡിലെ ജനങ്ങൾ നിലവിൽ ഡാനിഷ് രാജ്യത്തിന്റെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവരുടെ പ്രയാണം ഈ ആഗോള രാഷ്ട്രീയ യുദ്ധത്തിലെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. ആർട്ടിക് മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടെ നിലനിൽക്കുന്ന റഷ്യ അമേരിക്കൻ മത്സരത്തിന്റെ ആഴവും നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രീൻലൻഡ് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെങ്കിലും രാഷ്ട്രീയമായി യൂറോപ്പിലെ ഡെൻമാർക്കിനോടാണ് ചേർന്ന് നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണിത്. ഇതിന്റെ ഏകദേശം 80% കിലോമീറ്ററുകളോളം കനമുള്ള മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ മഞ്ഞുപാളികൾക്ക് താഴെ ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പ്രകൃതി വിഭവങ്ങളുടെ വൻ ശേഖരമുണ്ടെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. സ്വർണം, വജ്രം, യുറേനിയം എന്നിവയ്ക്ക് പുറമെ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ റെയർ എർത്ത് മൂലകങ്ങളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപം ഗ്രീൻലാൻഡിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ആഗോള താപനം മൂലം ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുന്നത് ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞുരുകുന്നതോടെ ഇതുവരെ അപ്രാപ്യമായിരുന്ന ധാതുശേഖരങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ എളുപ്പമാകും. കൂടാതെ വടക്കൻ സമുദ്രപാതകൾ തുറക്കപ്പെടുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കും. നിലവിൽ സൂയസ് കനാൽ വഴി ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ എത്താൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി മതിയാകും ആർട്ടിക് പാതയിലൂടെ സഞ്ചരിച്ച. ഈ പാതയുടെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നത് റഷ്യയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക് മേഖല അവരുടെ സാമ്പത്തികവും സൈനികവുമായ നിലനിൽപ്പിന്റെ ഭാഗമാണ്. റഷ്യയുടെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 20% വരുന്നത് ആർട്ടിക് മേഖലയിലെ വിഭവങ്ങളിൽ നിന്നാണ്. തങ്ങളുടെ വടക്കൻ അതിർത്തി സംരക്ഷിക്കുന്നതിനായി റഷ്യ അവിടെ പഴയ സോവിയറ്റ് കാലത്തെ സൈനിക താവളങ്ങൾ നവീകരിക്കുകയും പുതിയ ഐസ് ബ്രേക്കർ കപ്പലുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൽ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള രാജ്യവും റഷ്യയാണ്. ചൈനയെ ഒരു അയൽപ്പക്ക ആർട്ടിക് രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. അമേരിക്കയാകട്ടെ ഗ്രീൻലൻഡിനെ തങ്ങളുടെ പ്രതിരോധ കോട്ടയായാണ് കാണുന്നത്. ശീതയുദ്ധകാലം മുതൽക്കേ ഗ്രീൻലൻഡിന്റെ പിറ്റൂഫിക് സ്പേസ് ബേസ് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റഷ്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വടക്കൻ ധ്രുവം വഴി വരുന്ന ഭീഷണികളെ തിരിച്ചറിയാൻ ഈ താവളം സഹായിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലൻഡ് വിലയ്ക്ക് വാങ്ങാൻ താല്പര്യപ്പെട്ടതും റഷ്യയുടെയും ചൈനയുടെയും സാമ്പത്തിക കടന്നുകയറ്റത്തെ ഭയന്നാണ്. ഗ്രീൻലൻഡിലെ ധാതു ഖനനത്തിൽ ചൈനീസ് കമ്പനികൾ നിക്ഷേപം നടത്തുന്നത് അമേരിക്ക തടഞ്ഞതും ഇതിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഗ്രീൻലൻഡും ആർട്ടിക് മേഖലയും വെറും മഞ്ഞുഭൂമികളല്ല, മറിച്ച് വരും നൂറ്റാണ്ടിലെ ആഗോളാധിപത്യം നിർണ്ണയിക്കുന്ന സുപ്രധാന മേഖലകളാണ്. റഷ്യയുടെ സൈനിക കരുത്തും ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങളും അമേരിക്കയുടെ പ്രതിരോധ തന്ത്രങ്ങളും ഇവിടെ കൂട്ടിമുട്ടുന്നു. ലാവ്റോവ് ഗ്രീൻലാൻഡിന്റെ കൊളോണിയൽ ചരിത്രം ഉയർത്തിക്കാട്ടുന്നത് ഈ മേഖലയിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ധാർമ്മിക അധികാരത്തെ തകർക്കാനും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.